ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കിയ കടലപ്രഥമനാണിത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഓക്കെ, വരൂ. അതിനുവേണ്ടി ഞാനിവിടെ 1 ഗ്ലാസ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിനെ നന്നായി കഴുകിയ ശേഷം 2 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കാം. ശർക്കര 400 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കി കൊണ്ടുവരാം. ഇതൊരു ഗ്ലാസ് തൈമ്പാലാണ്, അതായത് 1-ാം പാൽ. തേങ്ങ 1 ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞ് അരിച്ചെടുത്ത ആദ്യത്തെ പാലാണിത്. ഞാനിവിടെ 2 തേങ്ങയാണ് എടുത്തേക്കുന്നത്. ഇത് 2-ാം പാൽ, അതായത് ആദ്യം പിഴിഞ്ഞെടുത്ത തേങ്ങയിൽ വീണ്ടും 4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് പിഴിഞ്ഞ് അരിച്ചെടുത്ത പാലാണിത്. ഇനി വേണ്ടത് ചവ്വരി. 2 ടേബിൾ സ്പൂൺ ചവ്വരി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം. അപ്പോഴേക്കും ശർക്കര ഉരുക്കി റെഡിയായിട്ടുണ്ട്. അതിനെ അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് കുതിർത്ത് വെച്ച കടല 10 മിനിറ്റ് ഇട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടച്ച് ഒരു 5 വിസിൽ വരുന്നതിന് ശേഷം മാഷ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പ്രഥമനിടാനായി അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങ സ്ലൈസ് ചെയ്തതും നെയ്യിൽ വറുത്ത് കോരി മാറ്റാം. അപ്പോഴേക്കും വേവാൻ വെച്ച ചവ്വരി വെന്തിട്ടുണ്ട്, അതും മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പ്രഥമൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. എന്നിട്ട് മാഷ് ചെയ്ത് വെച്ചേക്കുന്ന കടലപ്പരിപ്പ് അതിലേക്ക് ചേർക്കുക. ഒരു 15 മിനിറ്റ് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം അരിച്ചു വെച്ചേക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. പകുതി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത്രയും മതിയാകും. വീണ്ടും നന്നായി ഇളക്കുക. പത്ത് മിനിറ്റ് ഇളക്കിയതിന് ശേഷം 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഇളക്കുക. തിളച്ച് മുകളിലേക്ക് തെറിക്കുന്നുണ്ട്. നിങ്ങൾ ഇതുണ്ടാക്കുമ്പോൾ മുഖത്തും ദേഹത്തും ഒന്നും തെറിച്ച് വീഴാതെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ചെറുതായി കുറുകി വരുന്നുണ്ട്. ഈ സമയം ചവ്വരി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇളക്കുക. ഈ സമയത്ത് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. 5 മിനിറ്റ് ഇളക്കിയതിന് ശേഷം വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും തേങ്ങയും മുന്തിരിയും ചേർത്ത് കൊടുക്കുക. വീണ്ടും ഇളക്കുക. നന്നായി കുറുകി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ച തൈമ്പാലില്ലേ, അത് ചേർത്ത് കൊടുക്കുക. തൈമ്പാൽ ചേർത്താൻ തിളയ്ക്കാൻ അനുവദിക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതിയാകും. ഒന്നുകൂടി ഇളക്കി എല്ലാം യോജിപ്പിച്ച ശേഷം അടുപ്പിൽ നിന്നും വാങ്ങി വയ്ക്കുക. അപ്പോൾ നമ്മുടെ കടലപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. നന്ദി, നമസ്കാരം. താങ്ക് യു.